ഒരു കാര്യമുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിർബന്ധമാണ്. ഉദാഹരണം, നിങ്ങൾക്ക് സിവിൽ സ്കോറിൽ പ്രശ്നം ഉണ്ടാവരുത്, ഒരു സാലറി പേഴ്സൺ ആയിരിക്കണം. കാര്യം ഇപ്പോൾ ഇവരുടെ ഡിസൈനിങ് ഫേമോ അല്ലെങ്കിൽ രതീഷ് ബ്രോയോ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തല്ല ആർക്ക് ലോൺ തരും. നമസ്കാരം. നമ്മൾ പലപ്പോഴും വീടുകൾ നിർമ്മിക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടൊരു നിർമ്മാണ രീതിയുണ്ട്. അതായത് ഫസ്റ്റ് ഡിസൈൻ എടുക്കുമ്പോൾ തൊട്ട്, അതായത് പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടുള്ള ഒരു നിർമ്മാണ രീതി അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. അത് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ട് ചെയ്യുന്നവർ എത്ര ഭംഗിയായിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് അറിയുക എന്നൊക്കെയുള്ള ഒരു സാധാരണ കസ്റ്റമറുടെ അവകാശമാണ്. അതൊക്കെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. പക്ഷേ ഇന്ന് ഞാനിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഫേമിലാണ്. ഫേമിൻ്റെ പേര് R&R ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ. മുൻപ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തായിരുന്നു. അവരുടെ ഓഫീസുള്ളത് തൃശ്ശൂരാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും അത് സംസാരിക്കാനായിട്ടും അവരുടെ ഡയറക്ടർ കൂടിയായ രതീഷ് ബ്രോ എൻ്റെ ഒപ്പമുണ്ട്. കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള രതീഷ് ഞാൻ, നമസ്കാരം. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഒരു വീടിൻ്റെ ഹോം ടൂർ ആയിരുന്നു ചെയ്തത്. അനിച്ചേട്ടൻ ഇപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. ഇത് തൃശ്ശൂർ നിയർ മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അതായത് തൃശ്ശൂർ ടൗണിലോട്ട് എത്തണ്ട. എവിടുന്ന് വരുമ്പോ? ചാലക്കുടി നിന്ന് വരുമ്പോഴത്തേക്ക് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ടൗണിൽ എത്തണ്ട. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഔട്ടർ ഏരിയയിലായിട്ട് ഒരു ഔട്ട് റീച്ചില്ല എന്ന് വെച്ചാൽ വലിയ ദൂരമില്ല. ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോ അത്ര തന്നെ ഉള്ളൂ. ഒരു കസ്റ്റമർക്ക് അയാളുടെ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പ്ലാനിങ് തൊട്ട് ഒരു ആൾക്കാർ അവരുടെ കൂടെ വേണം എന്നാ പറയാം. അത് ആർക്കിടെക്ട് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ. നമ്മുടെ ഒരു സേവനം എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക്? നമ്മളൊരു കസ്റ്റമർ വന്നാല് നമുക്ക് അവര് പ്ലോട്ട് മാത്രമായിട്ട് പലരും വരാം. യെസ്. അപ്പൊ നമ്മൾ ആ പ്ലോട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. അതിപ്പോ ലാൻഡ് ചിലപ്പോ ലാൻഡിൽ കുറെ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ, ലാൻഡ് ക്ലിയറൻസ് തൊട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ വെല്ല്, കോമ്പൗണ്ട് വാള്, അങ്ങനെ നമ്മൾ അതിന്റെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് ഒരു സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ ആദ്യം വേണ്ടത് ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് കിണർ തന്നെയാണ്. അവിടം തൊട്ട് അതിനുശേഷം കോമ്പൗണ്ട് വാൾ ആക്കിയതിനു ശേഷമാണ് പൊതുവെ എല്ലാവരും കൺസ്ട്രക്ഷനിലോട്ട് പോകുന്നത്. ടെമ്പററി ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാനിങ് തൊട്ടുള്ള ഡിസൈനിങ് വരും. ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെയല്ലേ നമുക്ക് വരിക. കൺസ്ട്രക്ഷൻ എക്സിക്യൂഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷൻ പാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അന്ന് നമ്മുടെ അനിലേട്ടൻ്റെ വീട്ടിൽ എക്സിക്യൂഷൻ ഫുള്ള് ഡിസൈനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫുള്ള് നമ്മളായിരുന്നു ചെയ്തത്. അങ്ങനെ വരുമ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തൊട്ട് ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട്ഫുള്ളാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു എപ്പോഴും കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അത് സഹിതമാണോ ഒരു കസ്റ്റമർക്ക് നമ്മളെല്ലാം മെറ്റീരിയലിന്റെയും എല്ലാ സ്പെസിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കും. ഓക്കെ. അതായത് ഇന്ന ബ്രാൻഡ്, ഇന്ന പ്രൈസ് വരുന്നു. ശരി. അപ്പൊ കോൺക്രീറ്റിങ്ങിനാണെങ്കിൽ സ്റ്റീലിന്റെ തിക്നെസ്, അതിലെല്ലാം A to Z നമ്മൾ എല്ലാ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പാലിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഏതൊരു കസ്റ്റമർക്കും നമ്മളോട് ചോദിക്കുന്ന ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നവരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഫോംസ് ആയിക്കോട്ടെ, ചോദിക്കുന്ന എപ്പോഴും ഒരു പ്രൈസ് ഉണ്ടല്ലോ ഇതിന്. നമുക്കിങ്ങനെ ഒരു പ്രൈസ് ഇത് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് സ്ക്വയർ ഫീറ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു വീട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴോ നമ്മൾ 3 പാക്കേജാണ് സാധാരണ പറയാറ്. ഓക്കെ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എന്നാലും ബേസിക്, ലക്ഷറി, പ്രീമിയം. ഓക്കെ. ബേസിക് കാറ്റഗറിയിൽ വരുന്നത് പെർ സ്ക്വയർ ഫീറ്റ് 2100, 2100. ശരി. തൃശ്ശൂരാണ് ഇത്. തൃശ്ശൂർത്തിയ എനിക്ക് തോന്നുന്നു മാറും. ഈ ഡിസ്ട്രിക്റ്റുകൾ മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ വേരിയേഷൻ വരും. ശരി. അടുത്ത സ്ലാബിലേക്ക് വരുമ്പോൾ ലക്ഷറി പാക്കേജിൽ വരുന്നത് 2350 വരുന്നു പെർ സ്ക്വയർ ഫീറ്റ്. ശരി. പ്രീമിയത്തിലോട്ട് വരുമ്പോൾ 450. അതിൽ വരുമ്പോൾ ഈ മെറ്റീരിയലിൽ വ്യത്യാസം വരും. അങ്ങനെ മെറ്റീരിയൽ വ്യത്യാസം ഈ പാക്കേജിൽ നമ്മളുടെ ഒരു ഇതെന്താ വെച്ചാൽ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഡിസൈനിങ് കൂടി ഈ പാക്കേജിൽ ഉൾപ്പെടുത്തും. യെസ്. ഡിസൈനിങ്ങിന് വേറെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഫേം ഡിസൈൻ ചെയ്യുമ്പോൾ അത് വർക്കുണ്ട്, അതിനെ ഞാൻ പുറകെ പറയാം. അത് മാത്രമായിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് ഇതിനകത്ത് ഡിസോൾവ് ചെയ്ത് പോകുന്നതാണ്. ഈ 2450 എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ അതിനകത്ത് കൺസ്ട്രക്ഷൻ ബ്രിക്കിൽ വരെ വ്യത്യാസം വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. യെസ്. അതിലേതാ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക്? റെഡ് ബ്രിക്ക്, വാർക്കട്ട് ബ്രിക്ക്, ഇഷ്ടിക. യെസ്. ഇഷ്ടിക നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്ക്. ഇഷ്ടിക തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടിക എന്ന് പറയും. വാർക്കട്ട് ബ്രിക്ക് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. ഇത് ഇപ്പൊ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്നത് കൺസ്ട്രക്ഷൻ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊന്നാണ് ഇന്റീരിയർ ഡിസൈനിങ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇന്റീരിയർ എല്ലാം ചെയ്യുന്നുണ്ട്.
ഇന്റീരിയർ വർക്ക് നമ്മൾ നമ്മള് ബേസിക് ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. ഫുൾ ഫിൽ ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഫർണിച്ചർ, അങ്ങനെ ഹോം തിയേറ്റർ, പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ കൊടുക്കാം. അതായത് നമ്മൾ കിണറിന്റെ കാര്യം പറഞ്ഞു, വീട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ളതാണ് ലാൻഡ്സ്കേപ്പിംഗ്. അതോടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വേണ്ടത് പ്ലാൻ, അതിന്റെ പ്ലാൻ എടുക്കുക എന്നുള്ളതാണ്. കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല, ഓക്കെ, ആ കസ്റ്റമർക്ക് വേണ്ടത് നിങ്ങളുടെ കൺസൾട്ടിംഗ് ആണ്. അങ്ങനെ വരുമ്പോഴോ നമുക്ക് ഡ്രോയിങ് നടക്കാം. സൈറ്റ് വിസിറ്റും കൂടി വരുമ്പോൾ പെർ സ്ക്വയർ ഫീറ്റ് 150 റുപ്പീസ്. 150 റുപ്പീസ്. അതിനകത്ത് വരുന്നത് ഈ പറഞ്ഞ ഡ്രോയിങ് ഉൾപ്പെടും. എത്ര വിസിറ്റ് ആണ് അതിനകത്ത് വരുന്നത്? ഒരു 10 to 12 വിസിറ്റ്. 10 തൊട്ട് 12. ഇപ്പൊ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം, ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ഫാം ചെയ്യുന്നത് അതിനകത്ത് ഇവർ കൊടുക്കുന്നത് 10 തൊട്ട് 12 വരെ വിസിറ്റുകൾ പോകും. അത് ഓരോ പോർഷനായിട്ടാണ് അല്ലേ? ഈവൻ തറ കെട്ടുന്ന സമയത്ത്, ഇപ്പൊ കോളം ഫൂട്ടിംഗ് ആണ് ആ ടൈമിൽ, തറ കെട്ടുന്ന ടൈമിൽ, ബ്രിക്ക് വർക്ക് ടൈമിൽ, പ്ലിന്ത് എത്തുന്ന ടൈമിൽ, അങ്ങനെയല്ലേ അത് വരിക? കോൺക്രീറ്റിംഗ് അങ്ങനെയാണ് അത് വരിക. പല ടൈമിലായിട്ട് അവർ അത് കൃത്യമായിട്ട് അവരെ വിളിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിനും നമുക്കൊരു അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. 150 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഏത് രീതിയിലും ഒരു കസ്റ്റമർക്ക് നമ്മൾ ഫ്ലെക്സിബിൾ ആണ് അല്ലേ? യെസ്. ഈ വീട് വെക്കുന്ന സമയത്ത്, ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ലോണിൽ വീട് വെക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ചെയ്തു. അതിനകത്ത് വന്നൊരു കമന്റാണ്, ലോൺ എടുത്ത് വീട് വെച്ചാൽ നാളെ ഇത് ബാങ്കുകാർ കൊണ്ടുപോകുന്നു. ഞാൻ അതിന് താഴെ റിപ്ലൈ ഇട്ടത്, ഇന്ന് വീടെടുക്കുന്ന 90% പേര് ലോണിൽ തന്നെ ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണോ? നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. യെസ്. അതായത് എലിജിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിർബന്ധമാണ്. ഉദാഹരണം, നിങ്ങൾക്ക് സിവിൽ സ്കോറിൽ പ്രശ്നം ഉണ്ടാവരുത്, ഒരു സാലറി പേഴ്സൺ ആയിരിക്കണം. കാര്യം ഇപ്പോൾ ഇവരുടെ ഡിസൈനിങ് ഫേമോ അല്ലെങ്കിൽ രതീഷ് പ്രയോ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തല്ല ആർക്ക് ലോൺ തരുന്നത്, അതൊരു ബാങ്കാണ് തരുന്നത് അല്ലേ? ഒരു നാഷണലൈസ്ഡ് ബാങ്ക്. ആ ബാങ്കിൻ നോംസിൻ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങളുടെ സാലറി ക്ലിയർ ആണ്, നിങ്ങൾക്ക് സിവിൽ സ്കോർ പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കസ്റ്റമർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ പക്ഷേ ആ ലോണിനായിട്ടുള്ള സാങ്കേതികത്വങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. യെസ്. ക്ലയന്റിന് ഇപ്പോൾ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സർവീസും നമ്മൾ ചെയ്ത് കിയോ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാ സർവീസും നമ്മൾ ലൈഫ് ലോങ് കൊടുക്കും. നമ്മൾ മെയിൻ്റെനൻസ് സർവീസ് അങ്ങനെ മെയിൻ്റെനൻസ് സർവീസ് ഉൾപ്പെടെ കൊടുക്കും. ശരി. അതായത് നാളെ ഒരു അവസരത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഒരു വീട് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാണല്ലോ. ആ സമയത്ത് ഇവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വരുമല്ലോ, പ്ലംബിങ്ങോ വയറിങ്ങോ എന്തെങ്കിലും ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഓരോ സ്റ്റേജിൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പോയി അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് എവിടെയൊക്കെയാ കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് തൃശ്ശൂർ, കൊച്ചി, കോട്ടയം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ ഏരിയയില് നല്ല പ്രൊജക്ട് എവിടെ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ചെറിയ പ്രോജക്റ്റിനായിട്ട് എത്താൻ സാധിക്കത്തില്ല. കാര്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് ഡെലിവറി ചെയ്യുന്നത്. ഒരു ചെറിയ ഒരു സംഗതിക്കായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആർക്കെത്താൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ആ ഒരു ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. കോട്ടയം പ്രശ്നമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട് ചെയ്യുമ്പോഴത്തേക്കും റെനോവേഷൻ വർക്ക്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചാണ്, റെനോവേഷൻ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ ഒരു മെയിൻ ഏരിയ റെനോവേഷൻ വർക്കും കൂടെയാണ് അല്ലേ? ഫേസ് ലിഫ്റ്റിങ്, റെനോവേഷൻ, റീകൺസ്ട്രക്ഷൻ, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ലേ? നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ചില ഒരു പഴയ ഒരു വീടിനെ ഫുൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? 3-4 പ്രൊജക്ട് ചെയ്തോണ്ട്. 3-4 ഇവിടെ അടുത്ത എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഒരു കൊടുങ്ങല്ലൂർ ഭാഗത്താണ്, കൊടുങ്ങല്ലൂർ ഏരിയയിൽ. അങ്ങനെ ഏത് രീതിയിലും ഇപ്പൊ റീകൺസ്ട്രക്ഷൻ വർക്കുകളിൽ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അതിന് ആളെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ മുന്നോട്ട് പോകും. കാര്യം വെച്ചാൽ കൺസ്ട്രക്ഷന്റെ ബഡ്ജറ്റ് അല്ല ചിലപ്പോൾ റീകൺസ്ട്രക്ഷൻ നമുക്ക് ഇടാൻ പറ്റുക. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2250, 2250, 2350, 2550 പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ബഡ്ജറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും, ചെയ്യാൻ പറ്റും. അങ്ങനെ പുതിയൊരു വീടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റീമോഡലിംഗ്, റീകൺസ്ട്രക്ഷൻ ഒക്കെ റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും, ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനത്തെ വർക്കുകൾക്ക് നമ്മൾ ഇൻഷുറൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് അതെങ്ങനെയാണ്? നമ്മൾ ആ വീടിന് എന്തെങ്കിലും ഡാമേജ് വരാണെങ്കിൽ ആ ഇൻഷുറൻസ് കവറേജ്. ശരി. ഈ പുതിയ വീടുകൾക്ക് ഇൻഷുറൻസ് കവറേജ് പുതിയ വീടിനും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലേ? 10 ഇയർ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളും റീകൺസ്ട്രക്ഷൻ ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ വാല്യൂബിൾ ആവും അല്ലേ? ഇപ്പൊ പ്രായമായ ആൾക്കാരുടെ ഇതെടുക്കുന്നത് പോലെയാണ്. പുതിയ വീടിനെക്കാട്ടി റിസ്ക് ആണല്ലോ തീർച്ചയായിട്ടും റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നമുക്ക് കസ്റ്റമർക്ക് ആ ഒരു കാര്യത്തിൽ പല കസ്റ്റമേഴ്സിന് ഒരു പേടിയുണ്ട്. കാരണം ചിലപ്പോൾ പ്ലാനിങ്, അത് റൂമിന്റെ
ഇത് വോളൊക്കെ ഡീമോളിഷ് ചെയ്യുമ്പോൾ യെസ്. എന്തെങ്കിലും ഒരു സ്ട്രക്ചറിനെ ബാധിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് സ്ട്രെങ്തോട് കൂടി ചെയ്ത് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഡിസൈൻ മാത്രമാണോ വേണ്ടത്? അത് കൃത്യമായിട്ട് ചെയ്തു തരും. ഇനി ഡിസൈൻ വിത്ത് അതിൻ്റെ ഈവൻ കൺസൾട്ടിംഗ് ആണ് വേണ്ടതെങ്കിൽ അതും വളരെ കൃത്യമായിട്ട് ചെയ്തു തരും, ഫുൾ ഡിസൈൻ അടക്കം. ഇനി അതല്ല ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. അതിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമറെ, അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സ്പീരിയൻസ് എന്നുള്ളൊരു വളരെ വലിയ ഘടകമാണ്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളൊരു 10 to 15 years ആയി. 15 കൊല്ലം. എത്ര പ്രൊജക്റ്റുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? 200 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 200 പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് നിങ്ങളെ ഏൽപ്പിക്കാം. അങ്ങനെയുള്ളൊരു ഫോമിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇൻറ്റീരിയർ അടക്കം കൺസ്ട്രക്ഷൻ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിസൈനിങ് അല്ലാതെ കൺസൾട്ടിങ് ഉൾപ്പെടെയുള്ള ലാൻഡ്സ്കേപ്പ്, എന്ത് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. യെസ്. അപ്പോൾ രതീഷ്, അടുത്ത പ്രോജക്റ്റിൽ കാണാം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. വളരെ മികച്ച വീഡിയോ ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.